മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരദമ്പതികളാണ് ഫഹദ് ഫാസിലും നസ്രിയ നസീമും. മലയാളത്തിലെ പ്രശസ്തനായ സംവിധായകൻ ഫാസിലിന്റെ മകൻ കൂടിയായ ഫഹദ് ആദ്യമായി അഭിനയിച്ചത് കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലാണ്. പുതുമുഖ നടനായ ഫഹദിന്റെ ഈ ചിത്രത്തിലെ അഭിനയം ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ മറ്റൊരാളായിട്ടായിരുന്നു ഫഹദ് ഫാസിലിന്റെ തിരിച്ചുവരവ് നടത്തിയത്. ഡയമണ്ട് നെക്ലേസ് അടക്കം നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ തന്റെ പ്രകടനം കൊണ്ട് ഫഹദ് അവിസ്മരണീയമാക്കിയിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ ആദ്യം സംഭവിച്ച പരാജയവും അതിൽ നിന്ന് താൻ ഉയർത്തെഴുന്നേറ്റ വിധവും എല്ലാം ഫഹദ് പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. സത്യത്തിൽ പുതിയ തലമുറയ്ക്ക് ഒരു മാതൃക കൂടിയാണ് ഫഹദ്. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള വ്യക്തിയാണ് ഫഹദ് ഫാസിൽ. അതിന്റെ ഭാഗമാണ് തനിക്ക് ഫാൻസ് അസോസിയേഷൻ വേണ്ട എന്ന ഫഹദിന്റെ തീരുമാനം. ചെറുപ്പം മുതൽക്കേ മലയാളികളുടെ പ്രിയപ്പെട്ട ടെലിവിഷൻ താരമായിരുന്നു നസ്രിയ നസീം. TV ഷോകളിൽ അവതാരകയായിട്ടായിരുന്നു താരത്തിന്റെ തുടക്കം. ബാലതാരമായി സിനിമയിലേക്ക് കടന്നു വന്ന നസ്രിയ നസീം പിന്നീട് മലയാളത്തിലെ മുൻനിര നായകന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു. ഫഹദിനോടൊപ്പം നസ്രിയ അഭിനയിച്ച ആദ്യ ചിത്രമായ ബാംഗ്ലൂർ ഡേയ്സ് ആയിരുന്നു. ആ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായതും വിവാഹിതരായതും. ആദ്യം പ്രണയം പറഞ്ഞത് താനാണെന്ന് നസ്രിയ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 2014 ഇരുവരും വിവാഹിതരായത്. ഇരുവരുടെയും വിവാഹം സോഷ്യൽ മീഡിയ ഏറെ ആഘോഷമാക്കിയിരുന്നു. ഇപ്പോഴിതാ 10ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് മലയാളികളുടെ പ്രിയ താരദമ്പതികൾ. പാരീസിലാണ് രണ്ടുപേരും നിലവിലുള്ളത്. ഇരുവരും പാരീസിൽ അടിച്ചു പൊളിക്കുന്ന ഫോട്ടോകൾ നസ്രിയ നസീം തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഈ ഫോട്ടോസ് വലിയ രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ ചർച്ചയായിരിക്കുന്നത്. നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ നേർന്നത്.